ഹലോ. ഞാൻ ഓഫീസിലെത്തി. ഇന്നാണ് ലേലം വിളി. ആരൊക്കെയാ ലേലം വിളിക്കുന്നതെന്ന് അറിയോ? KMTയുടെ മുതലാളിയും MKPയുടെ മുതലാളിയും. എന്താവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വൈകുന്നേരം ഞാൻ വന്നില്ലാന്ന് വെച്ച തീർന്നു അങ്ങ് കരുതിയാ മതി. എന്റെ മക്കളെ നോക്കിക്കോണേ കേട്ടാ. ആരും കാണുന്നില്ലല്ലോ. MKPയുടെ മുതലാളി വന്ന്. അവൻ വന്നില്ലേ? ആര്? KMTയുടെ മുതലാളി. മുതലാളിന്ന് പോലും KMTയുടെ മുതലാളി വന്നില്ല. മുതലാളിന്ന് അത് എന്റെ വായിന്ന് അബദ്ധത്തിൽ വന്നു പോയതാ കൊച്ചൻ. അവനെ ഒന്നും മുതലാളിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവൻ എങ്ങനെ മുതലാളിയായത്? എന്റെ കൂടെ നടന്ന് എന്നെ ഒട്ടി എന്റെ ബിസിനസ് ട്രിക്ക് എടുത്താണ് അവൻ മുതലാളിയായത്. അവനെ ഒന്നും മുതലാളിന്ന് വിളിച്ചോളാം. കൊച്ചി ഇന്ന് വിളിച്ച് ഇനി മേലെ വാക്ക് ആവർത്തിച്ചു പോയി. ഞാൻ പോവോ? അയ്യോ, മുതലാളി ഇവിടെ പോന്നേ. അവൻ വരുന്നവരെ അവനെ ഇവിടെ നോക്കി അതെനിക്കൊരു കുറച്ചില്ല. അവൻ വന്നിട്ട് ഞാൻ വരാം. ഞാനിവിടെ ഉണ്ട്. കങ്കാരുവിന്റെ കുഞ്ഞു, കങ്കാരുവിന്റെ മാമൻ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ശരിയും പറഞ്ഞ ഞാനാണ് ഇവിടെ ആദ്യം വന്നത്. അപ്പൊ യവനെ കണ്ടില്ല. യവനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണ എനിക്കൊരു കുറച്ചില്ലല്ലേ, അതുകൊണ്ട് ഞാൻ ആ മൂലേക്ക് അറിയാൻ ഒളിച്ചിരുന്നു. അല്ലേലും ഒളിച്ചും പാത്തിരിക്കുന്നല്ലേ അവന്റെ ആ കുടുംബത്തിന്റെ മഹിമ വെട്ടത്ത് വരത്തില്ലല്ലോ. കോട്ടിന് കയ്യും കാലും വെച്ചവന് എന്റെ കുടുംബത്തിനെ പറയാൻ മാത്രം ആയോളാ നീ? കൊച്ചിനറിയാമോ, എന്റെ സിരകളിൽ ഓടുന്നത് രക്തമാണ് കുഞ്ഞെ, രാജരക്തം. രാജരക്തം ആദ്യം അവൻ പറഞ്ഞ ശരിയാ കുഞ്ഞെ. യവനെ കാള ഓട്ടിച്ചു കുത്തി പറമ്പിട്ടപ്പോ യവന്റെ ചോര മൊത്തം പോയി. അതിന് എങ്ങാണ്ടൂന്ന് വന്നൊരു പാണ്ടി രാജം കൊടുത്ത ചോര യവന്റെ ശിരസിലൂടെ ഓടുന്നു. അതാ യവന്റെ രാജരക്തം. രാജ രക്തത്തിന് പിന്നെ രാജരക്തം എന്നല്ലാതെ സ്വാവരക്തം എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ചോര കൊടുത്തിട്ട് എങ്ങേർക്ക് അവൻ ഒരു ഫ്രൂട്ട് പോലും മേടിച്ചില്ല. അത്രയ്ക്ക് കണിച്ചറിയില്ലാത്തവനാ കൊച്ചവൻ. ആണോ മുതലാളി? അവനോരോന്ന് വിളിച്ചു പറയണത്. കൊച്ചു നീ അതൊക്കെ ശ്രദ്ധിക്കാൻ പോണത്. എടാ, നിനക്ക് രാജാവിന്റെ വാള് കാണണമെങ്കിൽ എന്റെ കുടുംബത്ത് വാളാ. കണ്ടോ, പണ്ടങ്ങാണ്ട് ഏതാണ്ട് രാജാവ് വീട് മാറി കയറി അടിച്ചു പൂസായി വാള് വെച്ചിട്ടത് അവന്റെ വീട്. ആദ്യം ഉണക്കി സൂക്ഷിച്ചു വെച്ചേക്കുന്നു. ഞാനെങ്ങാണാണെ അപ്പ കഴുകി കളഞ്ഞേനെ. വിവരമില്ലാത്തതിന്റെ ഡിപ്ലോമ എടുത്തവനെ എന്നോടൊന്നും പറഞ്ഞു ഒരു കാര്യവും ഇല്ല. നിനക്ക് രാജാവിന്റെ പട്ടും വളയും കണ്ടെങ്കിൽ നീ എന്റെ കുടുംബത്തോട്ട് വാ. ഏത് രാജാവാണോ പട്ടുപാവാട് ഇടുന്നേ? അതല്ല, പട്ടും വളയും ഒന്നേ കൊച്ചെ യവന് കളഞ്ഞു കിട്ടിയത്. അല്ലെങ്കിൽ യവൻ അടിച്ചു മാറ്റിയത്. അല്ലാതെ യവനവിടുന്ന് പട്ടും വളയും കിട്ടുന്നവരായ വഴിക്ക് യവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൊച്ചിനറിയാവോ, എന്റെ അച്ഛൻ രാജസദസ്സിലെ കുച്ചിപ്പുടിയായിരുന്നു, കലാകാരൻ. കുച്ചിപ്പുടിയാന്ന് പറഞ്ഞില്ലായോ? ഞാൻ കേട്ടില്ല, പറ. അച്ഛൻ മരിക്കാറായപ്പോ അച്ഛൻ കുച്ചിപ്പുടി കളിച്ചിരുന്ന ആ പാത്രം എന്റെ കയ്യിൽ തന്നിട്ട് പറയുക, മക്കൾ ഇത് സൂക്ഷിച്ചോളെ. എന്നിട്ട് ആ പാത്രം എന്തിയേ? ആ പാത്രത്തെ ആയിരിക്കില്ല അവൻ ചോറുണ്ടെന്ന്. അല്ലാതെ യവനെവിടിരിക്കുന്ന കല. രാജഭരണമായിരുന്നേ നിന്റെ തല ഞാൻ ഇപ്പൊ വെട്ടിയിട്ടാനെ. ഇവിടെ കിടന്ന് ഉരുണ്ടാനെ നിന്റെ തല. ചോര കണ്ട് അറപ്പ് മാറിയവനാടാ ഞാൻ. അത് സത്യവാ, ചോര കണ്ട് അറപ്പ് മാറിയവനാ. സ്വന്തം കയ്യാലൊരു കൊതുക് വന്നിരുന്നപ്പോ അതിനെ അടിച്ചു വന്ന ആ ചോര കണ്ട് തല ഇറങ്ങി ഒരു മാസം അവൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. അവൻ ആ ചോര കണ്ട് തല ഇറങ്ങിയവനല്ലായിരുന്നു. ഈടാ, ഈ കുടുംബത്തിന്റെ പാരമ്പര്യമൊക്കെ പറയുമ്പോ എന്റെ കുടുംബത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അങ്ങ് വാസ്കോഡ് ഗാമയായിട്ട് വരെ കച്ചവടം നടത്തിയ ടീമാണ് എന്റെ കുടുംബം. അത് സത്യമാ കേട്ടോ അവൻ പറഞ്ഞത്. കാപ്പിക്കുരുവാന്നും പറഞ്ഞ് ആട്ടുംകാട്ടം കൊണ്ട് വാസ്കോഡ ഗാമയ്ക്ക് കൊടുത്ത് അങ്ങനെ വരെ പറ്റിച്ച കുടുംബാണല്ലേ അവന്റെ കുടുംബം. ഞങ്ങൾ എത്രയല്ലേ ചെയ്തുള്ളേ? അല്ലാതെ നിന്നെയൊക്കെ പോലെ പപ്പയുടെ കുരു എടുത്തുണക്കി കുരുമുളകാന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് വിറ്റില്ലല്ലോടാ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും നിർത്ത്. സാർ ഇന്നലെ മണിയുടെ ഫ്ലാറ്റ് വിൽക്കാൻ വന്നായിരുന്നു. അല്ല, സാറിനെ പോലെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അതവിടുത്തെ അയ്യോ, ഒന്ന് നിർത്ത്. ഞാൻ ലേലം തുടങ്ങാം. കോട്ട് സൂട്ടിട്ട് എന്താ കാര്യം? വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനമില്ല. ടെൻഡറിലെ പേരെഴുതണം. ആദ്യം ആരാ തുടങ്ങുന്നേ? ആദ്യം അവന്റെ പേര് എഴുതിയാ മതി. അവനാ തെണ്ടി കിടക്കുന്നവൻ. അയ്യോ, തെണ്ടി നടക്കുന്നല്ല ടെൻഡർ. എന്റെ പേര് എന്നെ എഴുതിക്കോ. എന്തുവാ? എന്റെ പേര് എന്നെ തെറ്റിച്ചു പറയുന്ന ഒരു മുതലാളിയെ നിങ്ങൾ കണ്ടിച്ചോ?
അതിന്റെ ഫുൾ ഫോം അറിയത്തില്ല കണ്ടവന്റെ മൂട് താങ്ങി എന്താണ് ഇതൊക്കെ? അയ്യോ എങ്കിൽ പിന്നെ സാറിന്റെ പേര് പറ. NPK കറക്റ്റ് ആണ്. അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥോ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാമെന്ന്. അല്ലാതെ അവനൊക്കെ എന്തോ വിളിക്കാനാ? അയ്യോ നിങ്ങൾ രണ്ടുപേരും നിർത്തേ, ലേലം വയ്യ വിളിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടും എല്ലാ വർഷത്തിനും ഇവിടെ ലേലം വിളിക്കാൻ വരുകയും ചെയ്യും, അതുകൊണ്ട് വേറെ ആള് ലേലം വിളിക്കാൻ വരത്തും ചെയ്യൂല. നിങ്ങൾ രണ്ടുപേരും എന്താ പ്രശ്നം? ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളൊന്ന് പറ. ലവൻ പറഞ്ഞ അവന്റെ സൈഡ് ചേർത്ത് പറയും, അതുകൊണ്ട് ഞാൻ പറയാം. അതായത് നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു. പണ്ട് ഇപ്പോഴെങ്കിലും അല്ലേ പണ്ടാണ്. അപ്പം അവിടെ ഇല്ലുതറവാട്ടിലെ ലക്ഷ്മി കുഞ്ഞുമായിട്ട് എനിക്ക് പ്രളയം. അല്ല പ്രണയം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ പറയാം. ആദ്യം കൊണ്ട് അങ്ങ് തൊലച്ചിനി അങ്ങ് പണാ നീ അങ്ങ്. അപ്പം ഞാൻ ലവനോട് പറഞ്ഞു എന്റെ പെണ്ണിനെ ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ. ഞാനിവിടെ ജംഗ്ഷനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവ എന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് ഒരു ഓട്ടോ കയറി നേരെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവരെ കല്യാണം ഒന്ന് നടത്തി. നിന്നെ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയാമോ? എത്ര നേരം? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം കലക്കിയ മോനാണ് ഈ നിൽക്കണം. അതിനെന്താ അവളിപ്പോ അന്തസ്സായിട്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നില്ലടാ. എന്നെ കെട്ടിയിരുന്ന ബിരിയാണി കഴിച്ച് നടക്കേണ്ട പെണ്ണ ഇപ്പൊ ആ കഞ്ഞിയും കുടിച്ചോണ്ട് നടക്കുന്നു. നാണമില്ലല്ലോടാ കഞ്ഞി. കഞ്ഞിയോ? അയ്യോ നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കാതെ നിക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും ഒരുമിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും. ഞാൻ ഇവനോട്ടൊന്നും ഒരുമിക്കത്തില്ല. എനിക്ക് പണിയില്ല. അത് തന്നെ സാറേ, നിങ്ങൾക്ക് രണ്ടാക്കും എന്തോ ഒരുമിച്ചാല് നല്ല കാര്യല്ലേ? അവൻ എന്റെ ഈ കാലെ പിടിച്ച് മാപ്പപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ. മാപ്പ് പറഞ്ഞാ തീരുമല്ലോ? ആ തീരും. പ്രശ്നം തീരുമല്ലോ? പ്രശ്നം തീരും. ഉറപ്പാന്നേ? ഉറപ്പാണ്. സാറേ, സാർ അങ്ങേരോട് കാണിച്ചത് ചെറ്റത്തെ അല്ലേ? അല്ല, സാറിന്റെ മുഖം കണ്ടാൽ അറിയാം സാറേ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന്. അതെ അവനെന്റെ അടുത്ത് കാണിച്ചു. ഇപ്പൊ അവൻ പറഞ്ഞോട്ടെ ആയിരിക്കും ഇതൊക്കെ. അല്ല സാർ ആ സാറിന്റെ കാലിൽ വീണു ജസ്റ്റ് ഒന്ന് മാപ്പ് പറഞ്ഞാൽ മതി. ഇല്ല ഓടമാരിയ മൺവെട്ട് കണക്കിരിക്കുന്ന കാലയിൽ ഞാൻ പിടിക്കാനോ സാറ് ചെറുതായിട്ടൊന്ന് മാപ്പ് പറഞ്ഞാൽ മതിയെന്ന്. മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ? ആ മാപ്പ് പറഞ്ഞാൽ തീരുമല്ലോ. ആ തീരുമാനം സമ്മതിച്ചു. സാറ് സമ്മതിച്ചതാ. എന്നാ പറയാം. ഹലോ എന്താണ്? നിന്റെ അടുത്ത് ഞാൻ വരത്തില്ല. നിന്റെ കാലാ പിടിക്കാൻ. മത്തങ്ങ തലയാ. എടാ നീ എന്റെ അടുത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തത്? നീ എന്റെ അടുത്തൊക്കെ എന്തൊക്കെ ചെയ്യണോ? ഓ പിന്നെ ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടാണ് വേറെ പരിപാടി. എനിക്ക് അറിയണല്ലേ രണ്ടിലൊന്നും. എന്നാ പിന്നെ ഇന്ന് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും. നിന്റെ അവസാനം. ഓ ശരിയാടാ, നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി? ഞാൻ എപ്പോഴാ തയ്യാറ്? എന്നാ പിന്നെ വേണോ തുടങ്ങാം. ഇവരെല്ലാ വർഷവും ലേലത്തിന് വരുകയും ചെയ്യും, എന്നിട്ട് ഓരോന്നും പറഞ്ഞ് അടിയും ഉണ്ടാക്കും, എന്നിട്ട് അവസാനം ഇതിനൊരു അവസാനം കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കളിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ ഇതുവരായിട്ട് ഇതിനൊരു അവസാനം കണ്ടില്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.